ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. TBF-ന്റെ മറ്റൊരു മീറ്റിങ്ങിലേക്ക് നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരാനിടയായല്ലോ. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് ഇന്ന് നമ്മുടെ മധ്യേ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ഡോക്ടർ വർഗീസ് ജോൺ സാർ, അതുപോലെ തന്നെ മനോഹരമായ പാട്ടുകൾ പാടുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന സഹോദരന്മാരെല്ലാവരെയും വിശേഷാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ യോഗം ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പ്രിയ കുര്യനങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലത്തെ സമയം ദൈവമേ, അങ്ങേ ഞങ്ങൾക്ക് സത്യത്തിലും ഉണ്മയിലും ആരാധിപ്പാൻ തക്കവണ്ണം, വൈകുന്നേര സമയം കർത്താവെ അങ്ങയുടെ വചനത്തിന് മുൻപായിട്ട് ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളേവരെയും കൂട്ടിക്കൊണ്ടുവന്ന മഹാകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ തന്നിരിക്കുന്ന നിത്യസമാധാനത്തിനും സന്തോഷത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നല്ലവനെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നാളും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രയും പേരെ ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളിന്ന് കടന്നു വന്നിരിക്കുന്നത് അങ്ങയുടെ വചനം കേൾക്കുവാൻ വേണ്ടിയാണ്. കർത്താവെ, നല്ല മനോഹരമായ പാട്ടുകൾ പാടുവാൻ വേണ്ടി കർത്താവെ സഹോദരന്മാരെ ഞങ്ങളുടെ മധ്യേ കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ഗാനങ്ങൾ മൂലം ഞങ്ങൾ ദൈവത്തെ കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അങ്ങയുടെ ദാസൻ വർഗീസ് ജോൺ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസൻ വചനമായിട്ട് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കർത്താവെ അത് കൂടുതൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമുണ്ടാകുവാൻ തക്കവണ്ണം, അത് സംസാരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭകളുടെ ചുറ്റിലും ദൈവത്തിൻ്റെ കാവലും പരിപാലനവും ആക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയുടെ സ്തോത്രം എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ. 103-ാം സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ മറക്കാതെ ഓർക്കുക എന്നുള്ളതാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വൈകിയ വേളയിൽ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർക്കാനുള്ളത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളുമാണ്. നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്ത ആ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ ഉപകാരം. ഇന്ന് പകലിൽ നാം നമ്മുടെ പ്രാദേശിക സ്ഥലം സഭകളിലൊക്കെ കൂടി നാം അത് ഓർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ ആരാധിക്കുകയും ചെയ്തവരാണ്. ഈ വൈകിയ വേളയിലും കർത്താവ് ചെയ്ത നന്മകളെ നമുക്ക് ഓർത്ത് അവന് നന്ദി പറയാം. പാട്ടിലൂടെ അവനെ സ്തുതിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ഇപ്പോൾ നമുക്ക് പാടി കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ നവീൻ സഹോദരനെ നമുക്കായിട്ട് ഇപ്പോഴത് ആലപിക്കുന്നതാണ്. നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി.
എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവോ. കൂരിരുൾ താഴ്വരയാതിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി യേശുപരാ. നന്ദി യേശുപരാ. ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏത് വൈഷമ്യ വേളയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരിക്കലും ഈ കർത്താവിലുള്ള ആശ്രയവും തള്ളിക്കളയാതെ ജീവിത അവസാനം വരെയും കർത്താവിനെ പിൻപറ്റൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ വിശ്വാസിക്ക് സാധിക്കുന്നത്? കാരണം ഈ കർത്താവിനെ പോലെ പിൻപറ്റുവാൻ, ആശ്രയിക്കുവാൻ യോഗ്യനും കൊള്ളാവുന്നവനുമായവൻ മറ്റാരുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മളെ മാറോട് ചേർത്തണയ്ക്കുന്നവനും നമ്മളെ ഒരിക്കലും മറന്നു പോകാതെ കരുതുന്ന, കൈവിടാത്ത നല്ലവനായ ദൈവമാണ് ഈ കർത്താവ്. ഈ ആശയം വരുന്നൊരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോൺസി അവറുകൾ ഈ ഗാനം നമുക്ക് വേണ്ടി ഇപ്പോഴും ആലപിക്കുന്നു. മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ.
മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. എതിരുകളൻ പാതയിലടിക്കടി ഉയർന്നിടുമ്പോ പലവിധമാ എതിരുകളൻ പാതയിലടിക്കടി ഉയർന്നിടുമ്പോ പാലിക്കും പരിചോട് പരമനന്നെ പതറാതെ നിൽക്കുവാൻ ബലം തരുന്നു. പാലിക്കും പരിചോട് പരമനന്നെ പതറാതെ നിൽക്കുവാൻ ബലം തരുന്നു. മറവിടമായി എനിക്കേശുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറന്നിടമായി എനിക്കേശുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും നമ്മളെ ഈ വഴിയിൽ അനാഥനായിട്ട് വിടുകയില്ല. നമുക്കറിയാം, സാത്താന്യ ശക്തികൾ ലോക മനുഷ്യരെ ഉപയോഗിച്ച് ഈ സുവിശേഷത്തെ തടയുവാൻ, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനേക പതിനായിരക്കണക്കിന് ജനങ്ങൾ അനുദിനം ഈ കർത്താവിനെ മനസ്സിലാക്കും തോറും അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ഈ കർത്താവ് യോഗ്യനാണ്.
അവനൊപ്പം പറയാൻ അവനെപ്പോലെ ആരാധ്യൻ, അവനെപ്പോലെ യോഗ്യൻ മറ്റാരുമില്ല. അതുകൊണ്ട് ഈ കർത്താവിലുള്ള വിശ്വാസത്തെ തടയുവാനോ അതിൽ നിന്നും മനുഷ്യരെ പിന്മാറ്റുവാനോ ആർക്കും കഴിയില്ല. അതിൻ്റെ കാരണം നമ്മുടെ കർത്താവിൻ്റെ യോഗ്യതയും ശ്രേഷ്ഠതയാണ്. ആയിരങ്ങളിൽ സുന്ദരൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ നമുക്ക് പാടിക്കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവർ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും മലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പൊതുവായി നിർത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്കു പൊതുവായി നിർത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ.
വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവിൻ, തിരുനാമമെന്നേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ദൈവവചനത്തിൻ്റെ ആലോചന നമുക്ക് പങ്കിട്ട് തരുന്നത് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഡോക്ടർ വർഗീസ് ജോൺ സാറാണ്. സാറിനെ ഈ സദസ്സിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ലോകമെമ്പാടുമുള്ള വേർപെട്ട ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദ അധ്യാപകനാണല്ലോ പ്രിയ കർത്താവിൻ്റെ ദാസൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി ആത്മാവിൽ നിറയുവിൻ എന്നുള്ള ഒരു സന്ദേശമാണ് കർത്താവിൻ്റെ ദാസൻ നമുക്കിന്ന് പങ്കിട്ട് തരുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഒരു കാര്യം കൂടെ ആ കൂട്ടത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ശനിയാഴ്ച 20-ാം തീയതി പകൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഒരു 1 ഡേ സെമിനാർ യുവജനങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിലാണത് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം മണ്ണന്തരയിലുള്ള ജെയിംസ് സാമുവൽ അങ്കിളും ഫിന്നി സോവറിനൊക്കെ അതിൽ സഹകരിക്കുന്നുണ്ട്. 15 വയസ്സ് മുതൽ 35 വയസ്സ് പ്രായമുള്ള യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. നമുക്കെല്ലാവർക്കും പരിചിതനായിരിക്കുന്ന പത്തനംതിട്ട അഗാപ്പയിലെ ഒരു ദൈവദാസനായിരിക്കുന്ന ജോൺ ജേക്കബ് അവറുകളാണ് ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം മറ്റ് ചില ദൈവദാസന്മാർ കൂടെ ഉണ്ട്. ആ ശുശ്രൂഷയും കൂടെ നിങ്ങൾ പ്രാർത്ഥന ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് ജോൺ സാറിനെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവവചന പഠനത്തിനായി ഇപ്രകാരം കൂടിവരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ചകൾ തോറും നടക്കുന്ന ഈ സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിൽ ഇതിനു മുമ്പ് ഞാൻ കടന്നു വന്ന് വചനം ശുശ്രൂഷിച്ചത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് 2 ആഴ്ചകൾ ഒരു വിഷയം എടുത്ത് ഞാൻ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ലെന്ന് എനിക്കറിയാം. വിഷയങ്ങളൊക്കെ മറക്കുന്നത് നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് പ്രസംഗകർക്ക് വേണമെങ്കിൽ അത് തന്നെ വീണ്ടും പ്രസംഗിക്കാമല്ലോ. ഏതായാലും അന്ന് പ്രസംഗിച്ചതല്ല ഞാനിന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് ഏലിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ് 2 ദിവസങ്ങൾ എടുത്തത്. ഇന്ന് ആ വിഷയമല്ല എന്നുള്ളത് ഇതിൻ്റെ നോട്ടീസിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, ആര് പ്രസംഗിക്കുന്നു, എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം നാം അത് എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇനിയുമുള്ള ഒരു 40-45 മിനിറ്റുകൾ നമ്മുടെ കണ്ണും കാതും മനസ്സും തുറന്ന് ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:18 അടിസ്ഥാനമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി അതിനു മുമ്പുള്ള ചില വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കുകയും ഉദ്ധരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ തന്നെ അതൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. വാസ്തവത്തിൽ 18 മുതൽ എഫേസ്യർ 5:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഏറെക്കുറെ ഒരു വാചകം പോലെയാണ് മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനതൊന്ന് ആദ്യം വായിച്ച് കേൾപ്പിക്കുന്നു. എഫേസ്യർ 5:18 മുതൽ 20 വരെ ബൈബിൾ ഉള്ളവർക്ക് അത് തുറന്ന് നോക്കാം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും
എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. അത്രയും ഒരു ഭാഗമാണ്, ഒരു വിഷയമാണ്. എന്നാൽ അതിൻ്റെ ആദ്യത്തെ വാക്യത്തെക്കുറിച്ച് മാത്രമാണ് അല്പം ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലവും ഒരുക്കേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകത്തിലെ വാക്യങ്ങളൊന്നും ഒറ്റപ്പെട്ട ദ്വീപുകൾ പോലെ നിൽക്കുന്നവയല്ല എന്ന് നമുക്ക് അറിയാം. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രസംഗകരൊക്കെ ഏത് വാക്യം വിശദീകരിച്ചാലും അതിൻ്റെ ഒരു പശ്ചാത്തലം ആദ്യം പറയുന്നത്. ഞാൻ അത്ര വിശദമായിട്ട് പോകുന്നില്ല, എങ്കിലും 2 വാക്കിൽ പൗലോസിനെയും പൗലോസിൻ്റെ ലേഖനങ്ങളെയും കുറിച്ച് പറയട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 4 ലേഖനങ്ങളിൽ ഏറ്റവും ദീർഘമായ ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. 6 അധ്യായങ്ങളും 155 വാക്യങ്ങളുമുള്ള ദീർഘമായ ഒരു ലേഖനം. പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, അതിലെ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ ഉപദേശപരമാണ്, ഡോക്ട്രിനൽ ആണ്. എന്നാൽ അതിൻ്റെ 2ാം ഭാഗമെല്ലാം പ്രാക്ടിക്കലാണ്, പ്രായോഗികമാണ്. പൗലോസല്ല എഫേസ് ലേഖനം അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും തിരിച്ചതെങ്കിലും അത് തിരിച്ചവർ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 അധ്യായങ്ങൾ തികച്ചും ഉപദേശപരമാണ്, വേദശാസ്ത്രപരമാണ്. എന്നാൽ 4ാം അധ്യായം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? നമ്മുടെ മലയാളം ബൈബിളിൽ ഒരു വാക്ക് വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ നോക്കിയാൽ therefore എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെന്നുള്ള വാക്ക് എന്തുകൊണ്ടോ മലയാളം ബൈബിളിൽ പല അധ്യായങ്ങളിലും വിട്ടുകളഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് തന്നെയാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ആദ്യത്തെ 3 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളൊക്കെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് താൻ അവതരിപ്പിക്കുകയാണ്. എന്താണ് ക്രിസ്തുവിൽ കൂടെ ലഭിച്ചത്? ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം നമുക്കറിയാം, രക്ഷ എന്നത് തന്നെയാണ്. പാപികളായ നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. അതാണ് ആദ്യത്തെ അനുഗ്രഹം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരിൽ ഭൂരിപക്ഷവും വിശ്വാസികളാണെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഇനിയും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിലെ എല്ലാ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്, ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക കർത്താവും രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കണം. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. രക്ഷ വളരെ ലളിതമാണ്. ഒരു വ്യക്തി ഒരു പാപിയാണെന്ന് സമ്മതിച്ച് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് അംഗീകരിച്ചേറ്റു പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക്, വ്യക്തികൾക്ക് അതോടൊപ്പം ദൈവം സൗജന്യമായി തന്ന അനവധി ആത്മീക അനുഗ്രഹങ്ങളുണ്ട്. എഫേസ്യർ 1:3 നാം വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന എന്നാണ് നാം വായിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും. അനുഗ്രഹങ്ങളൊക്കെ 1-2 അധ്യായങ്ങളിൽ പൗലോസ് വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് 4:1 നാം വായിക്കുന്നു, ഇത്ര അധികം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നതുകൊണ്ട് പ്രത്യുപകാരമായി നാമും ചിലത് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം, അഥവാ ജീവിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അതൊരു പൊതുവായ കൽപ്പനയാണ്. പിന്നെ തുടർന്ന് നാം വായിക്കുമ്പോൾ ഈ നടപ്പിൻ്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 4:3 നാം വായിക്കുന്നു, ഐക്യതയിൽ നടക്കണം. അതുപോലെ നാം 4:17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ വിശുദ്ധിയിൽ നടക്കണം. 5:2 സ്നേഹത്തിൽ നടക്കണം. 5:9 വെളിച്ചത്തിൽ നടക്കണം. 5:15 വരുമ്പോൾ നാം വായിക്കുന്നു, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവേൻ, ജ്ഞാനത്തിൽ നടക്കണം. അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിട്ട് തുടർന്ന് 3 കൽപ്പനകൾ എങ്ങനെയാണ് ജ്ഞാനത്തിൽ നടക്കുന്നത് അത് വെളിപ്പെടുത്താൻ വേണ്ടി 3 കൽപ്പനകൾ ഒന്നിനു പിന്നാലെ ഒന്നായി 16, 17, 18 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എഫേസ്യർ 5:16, 17, 18. എങ്ങനെയാണ് ജ്ഞാനത്തിൽ നടക്കാൻ കഴിയുന്നത്? 16-ാം വാക്യത്തിൽ സമയം തക്കത്തിൽ വിനിയോഗിപ്പീൻ, അല്ലെ ഉപയോഗിപ്പീൻ. അങ്ങനെയാണ് ജ്ഞാനത്തിൽ നടക്കേണ്ടത്. 17-ാം വാക്യത്തിൽ
ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. 18-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരാകുവീൻ. അപ്പോൾ ഈ കൽപ്പനകളെല്ലാം ജ്ഞാനത്തിൽ നടക്കുക എന്ന പ്രധാന കൽപ്പനയുടെ ഉപവിഭാഗങ്ങളായിട്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് നാം മനസ്സിലാക്കണം. ഇവിടുത്തെ വിഷയം എന്താണ്? പ്രധാന വിഷയം 18-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി എന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ കുറെ കൂടെ വ്യക്തമാണ്, ബി ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ നിറയപ്പെട്ടവരാകുവിൻ എന്നൊരു കൽപ്പനയാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ പൊതുവെ വേർപെട്ട വിശ്വാസ സമൂഹത്തിൽ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിഷയം പഠിപ്പിക്കുമ്പോൾ നാം പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളും പഠന പരമ്പരകളും അതുപോലെ സംവാദങ്ങളും ഒക്കെ നടത്തുന്നവരാണ്. നല്ല കാര്യം. തെറ്റ് ഏതാണെന്നും ശരി ഏതാണെന്നും തെളിയിക്കേണ്ടത് ആവശ്യമാണല്ലോ. എന്നാൽ പലപ്പോഴും നമ്മുടെ പഠനങ്ങളുടെയൊക്കെ ഫോക്കസ്, ലക്ഷ്യമെന്താണ്? മറ്റ് സഭാവിഭാഗങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയും നമ്മുടെ ഉപദേശം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കുകയും ചെയ്യുക. ആ ഉദ്ദേശം നല്ലതാണ്. എന്നാൽ നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും മാത്രം പറഞ്ഞ് ആ വിഷയത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടും, അതവിടെ അവസാനിപ്പിക്കും. ശരി, നമ്മുടെ ഉപദേശമാണ് ശരി. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നാം പലപ്പോഴും പറയാറില്ല, പഠിപ്പിക്കാറും ഇല്ല. ഇന്ന് കത്തസന്നിധിയിൽ വിശ്രമിക്കുന്ന എം.വി. ചെറിയാൻ സാറ് ജീവിച്ചിരുന്ന കാലത്ത്, ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് 10 പ്രസംഗങ്ങൾ എന്ന പേരിൽ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും തൻ്റെ പ്രസംഗത്തിൽ പറയും, ഒരു സ്വയ വിമർശനം എന്ന നിലയിൽ താൻ പറയുന്നത്, വേർപാടുകാരായ നാം പലപ്പോഴും വേദപുസ്തകം അല്പ പ്രാധാന്യം കൽപ്പിക്കുന്ന വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കുകയും വേദപുസ്തകം അധികം പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. വേദപുസ്തകം വലിയ പ്രാധാന്യം കൽപ്പിക്കാത്തവയ്ക്കൊക്കെ നാം വലിയ പ്രാധാന്യം കൽപ്പിക്കും. എന്നാൽ വേദപുസ്തകം വളരെ പ്രാധാന്യം കൽപ്പിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നാം സൗകര്യപൂർവ്വം അവഗണിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി താൻ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു സംഭവ കഥയുണ്ട്. നിങ്ങൾ പലരും പ്രായമുള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കാം, എങ്കിലും ഞാൻ പറയുകയാണ്. അക്കാലത്ത് എവിടെയോ, കേരളത്തിലെവിടെയോ ഒരു മനുഷ്യനുണ്ടായിരുന്നു. താനൊരു മറവിക്കാരനായിരുന്നു. മറവിക്കാരൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും താൻ മറന്നു പോകുന്നത് കൊടയാണ്. കൊടയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ മിക്കവാറും അത് മറന്നിട്ടേ വീട്ടിൽ വരികയുള്ളൂ. അങ്ങനെ താൻ പലപ്പോഴും പല കൊടകൾ ഇങ്ങനെ വാങ്ങിച്ചു നഷ്ടപ്പെടുത്തി. തനിക്കും ആ വിഷയത്തിൽ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, താൻ മറവിക്കാരനാണ്. എന്നാൽ കേരളത്തിൽ നമുക്കറിയാം, കൊടയില്ലാതെ അധികം നാൾ ജീവിക്കാൻ പറ്റുകയില്ല. മിക്കവാറും മഴയാണല്ലോ. അത് അന്നും ഇന്നും എപ്പോഴും ശരിയാണ്. അപ്പോൾ ഒരു മഴക്കാലത്ത് താനൊരു പുതിയ കുടയൊക്കെ വാങ്ങിച്ചു. മാത്രമല്ല, ആ പ്രാവശ്യം താനൊരു വളരെ തീരുമാനമെടുത്തു, ഒരു ദൃഢനിശ്ചയമെടുത്തു. നമ്മളൊക്കെ ജനുവരി 1 എടുക്കുന്ന പോലെ ഒരു ദൃഢനിശ്ചയമെടുത്തു. എന്താണ് ദൃഢനിശ്ചയം? ഈ കുട യാതൊരു കാരണവശാലും താൻ നഷ്ടപ്പെടുത്തുകയില്ല. അങ്ങനെ ഒരു വലിയ ദൃഢനിശ്ചയമെടുത്തു. വീട്ടിൽ വന്നു. അത് വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു, ഭാര്യയോടൊക്കെ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ താൻ ജോലിക്ക് പോകുകയാണ്. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ കുടയുമായിട്ട് താൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു വശത്ത് തൻ്റെ ദൃഢനിശ്ചയമുണ്ട്, മറുവശത്ത് ഭാര്യയുടെ ഒരു താക്കീതും. ഭാര്യ പറഞ്ഞു, ഇന്ന് ഈ കുട മറന്നിട്ട് വൈകിട്ട് വീട്ടിൽ വന്നാൽ രാത്രിയിൽ അത്താഴം തരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വശത്ത് ഭാര്യയുടെ താക്കീത്, മറുവശത്ത് തൻ്റെ ദൃഢനിശ്ചയം. ഈ 2 സമ്മർദ്ദവുമായിട്ട് താൻ അന്ന് രാവിലെ തന്നെ യാത്ര തിരിച്ചു. ഇറങ്ങിയപ്പോൾ തന്നെ കൊട 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 എന്നൊരു മന്ത്രം പോലെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മറന്നു പോകും. ഇങ്ങനെ പോയി താൻ ബസ്സിൽ കയറിയപ്പോൾ തന്നെ കുട വളരെ മുറുകെ തൻ്റെ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഓഫീസിൽ ചെന്നപ്പോൾ പോലും കുട താഴെ വെച്ചില്ല. അതെൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയോ 5 മണി വരെയൊക്കെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കുടയുമായിട്ട് താൻ മടങ്ങി വന്നു. ഏതായാലും അന്ന് പതിവിന് വിപരീതമായി താൻ കുടയുമായിട്ടാണ് വീട്ടിൽ വരുന്നത്. വന്നപ്പോഴേ കുടയെടുത്ത് ഭാര്യയുടെ കൊടുത്തു. ഇന്ന് അതിൻ്റെ കുടയെന്ന് പറഞ്ഞ്. ഏതായാലും ഭാര്യയ്ക്ക് സന്തോഷമായി. ഒരു ദിവസമെങ്കിലും തൻ്റെ ഭർത്താവ് കുടയുമായിട്ട് മടങ്ങി വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഭാര്യ ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയി. ഇദ്ദേഹം ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലോട്ട് പോയി.
അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ മുറിയിൽ നിന്ന് അയ്യോ എന്നൊരു നിലവിളി കേട്ടു. ഭാര്യ ഓടി വന്ന് എന്ത് പറ്റി അച്ചായ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഈ രാവിലെ മുതൽ ഈ കൊട എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആരോ എന്നെ പോക്കറ്റ് അടിച്ചു, എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അന്ന് ശമ്പളം കിട്ടി വരുന്ന ദിവസവും കൂടെയാണ്. അപ്പോൾ പേഴ്സിൽ എന്തുണ്ടായിരുന്നു? അക്കാലത്തെ കാര്യമാണ്. പേഴ്സിൽ 500ഓളം രൂപയുണ്ടായിരുന്നു. മുഴുവൻ ശമ്പളവുമാണ്, ഒരു മാസത്തെ ശമ്പളം. എമിത്രൻ സാർ പറയുന്നത് അക്കാലത്തൊരു കുടയ്ക്ക് 50 രൂപ പോലും വിലയില്ല ഒരു കുടയ്ക്ക്. എന്നാൽ പേഴ്സിൽ 500 രൂപ ഉണ്ടായിരുന്നു. എമിത്രൻ സാറിൻ്റെ വാക്കുകൾ എടുത്ത് ഞാൻ പറയട്ടെ, ഈ ഒരു അബദ്ധമാണ് പലപ്പോഴും നാം കാണിക്കുന്നത്. കൊടയെ മുറുകെ പിടിച്ച് പേഴ്സ് നഷ്ടപ്പെടുത്തുന്നവരാണ് നാം. പല ഉപദേശ സത്യങ്ങളിലും ഇത് ശരിയാണ്. ചില അപ്രധാന കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെ നാം മറന്നു കളയും. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലും ഇത് ശരിയാണ്. കാരണം പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നാം അനുസരിക്കേണ്ട ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള അനേകം കൽപ്പനകളുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ തന്നെ 6 കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് പറഞ്ഞു പോകാം, ചില റെഫറൻസും പറയാം. പെട്ടെന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമല്ലോ. എന്താണ് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം? ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഗലാത്യർ 5:16. എഫേസർ 4:3 ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. എഫേസർ 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസർ 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വീണ്ടും എഫേസർ 5:18 അതാണ് നമ്മുടെ പഠന വിഷയം, ആത്മാവ് നിറഞ്ഞവരാകുവീൻ. എഫേസർ 6:18 ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:19 നാം വായിക്കുന്നു, ആത്മാവിനെ കെടുക്കരുത്. അതായത് ആത്മാവിൻ്റെ അഗ്നി കെടുക്കരുത്. അങ്ങനെയാണ് ചില ഇംഗ്ലീഷ് തർജ്ജമകൾ കൊടുത്തിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:19. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ 6 കൽപ്പനകളിലും വളരെ വ്യക്തമായി പരിശുദ്ധാത്മ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല, പഠിക്കാറില്ല, പഠിപ്പിക്കാറില്ല. ഈ 6 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നാം വായിച്ച ആത്മാവിനാൽ നിറയപ്പെട്ടവരാകുവീൻ എന്ന എഫേസർ 5:18 കൽപ്പന. ആ കൽപ്പന അനുസരിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ള കൽപ്പനകൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ഞാനിപ്പോൾ ഉദ്ധരിച്ച കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ആമുഖമായി ആ വിഷയം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അടുത്ത ഒരു തലക്കെട്ട് പോലെ പറയാൻ ആഗ്രഹിക്കുന്നത്, വലിയ വിശദീകരണം കൂടാതെ പറയുകയാണ്, എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം? ആത്മനിറവിൻ്റെ പ്രാധാന്യം എന്താണ്? വാക്യങ്ങളൊക്കെ എടുത്ത് പറയാൻ കഴിയും, ഞാൻ അങ്ങോട്ട് ആ നിലയിൽ പോകുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ഒന്നാമത്, ദൈവത്തിന് പ്രസാദകരമായ ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആത്മനിറവ് അത്യാവശ്യമാണ്. ദൈവത്തിന് പ്രസാദകരമായ ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആത്മനിറവ് അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ ആത്മനിറവിൻ്റെ പ്രത്യേകത പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം ഒരുപോലെ കാണുന്നൊരു വിഷയമാണ് പരിശുദ്ധാത്മ നിറവ്. നാം പുതിയ നിയമത്തിൽ കാണുന്ന പരിശുദ്ധാത്മ സ്നാനം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുകയില്ല. അതുപോലെ പരിശുദ്ധാത്മ മുദ്ര എന്നുള്ളതൊന്നും പഴയ നിയമത്തിൽ കാണുന്ന വാക്കുകളല്ല. എന്നാൽ ആത്മനിറവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്ന ഒരു വിഷയമാണ്. അത് തന്നെ അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ഒരു ബസലേലിനെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ കൗശലപ്പണിക്ക് വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനാൽ ബസലേലിനെ നിറച്ചതായിട്ട് പുറപ്പാട് പുസ്തകം 31 നാം വായിക്കുന്നുണ്ട്. അതുപോലെ ഏത് ശുശ്രൂഷയും ആത്മനിറവിലായിരുന്നു പഴയ നിയമകാലത്ത് ഭക്തന്മാർ ചെയ്തിട്ടുള്ളത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തി 2:4 മുതൽ അപ്പോസ്തലന്മാരുടെ കാര്യം നാം വായിക്കുന്നു. അവിടെയെല്ലാം അനേക പ്രാവശ്യം അവരാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. കേവലം പ്രസംഗം മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 6 കാണുന്ന മേശയിലെ ശുശ്രൂഷയും എല്ലാം ആത്മനിറവിലാണ് ആളുകൾ ചെയ്തത്. അതുകൊണ്ട് ആത്മീക ശുശ്രൂഷകൾക്ക് പരിശുദ്ധാത്മ നിറവ് അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്, ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും പരിശുദ്ധാത്മ നിറവ് അത്യാവശ്യമാണ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും പരിശുദ്ധാത്മ നിറവ് അത്യാവശ്യമാണ്. നമുക്കറിയാം, നാം രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു. പരിശുദ്ധാത്മ പ്രാപണം എന്നത്
രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ദീർഘനാളുകൾ കാത്തിരുന്ന് പ്രാപിക്കേണ്ട ഒന്നല്ല. എന്നാൽ അങ്ങനെ ആത്മാവിനെ പ്രാപിച്ച നാം വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് അത്യാവശ്യം ആണ്. വാസ്തവത്തിൽ നമ്മെ വിശുദ്ധന്മാരായി ദൈവം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പകർന്നത് കൊണ്ടാണ് നമ്മെ വിശുദ്ധന്മാർ എന്ന് ദൈവം വിളിക്കുന്നത്. എന്നാൽ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് കർത്തൃത്വം സ്വീകരിച്ച് അനുസരിച്ച് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 2 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 2 കാരണങ്ങളാലും ഈ വിഷയം പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്, ഒരു ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മ നിറവ് അത്യാവശ്യമാണ്. 2, വിശുദ്ധ ജീവിതം നയിക്കുവാനും ഇത് ആവശ്യമാണ്. ഇനി ആ വാക്യത്തിലേക്ക് വരാം. ആത്മാവിനാൽ നിറയപ്പെട്ടവരാകുവിൻ, അങ്ങനെയാണ് കൃത്യമായി അത് തർജ്ജമ ചെയ്യേണ്ടത്. എന്താണ് ഈ നിറവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അതാണ് അല്പം സമയമെടുത്ത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. എന്താണ് നിറവ് എന്ന് പറയുന്നത്? നിറവ് എന്ന വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. എന്താണ്? ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മറ്റെന്തെങ്കിലും പകർന്ന് അത് നിറയ്ക്കുക. അതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം. ഒരു ഗ്ലാസ് ടംബ്ലറിൽ വെള്ളമൊഴിച്ച് നിറയ്ക്കാൻ കഴിയും. നമ്മുടെ കാറിൻ്റെ പെട്രോൾ ടാങ്കിൽ പെട്രോൾ നിറയ്ക്കാൻ കഴിയും. ഇതൊക്കെയാണ് പെട്ടെന്ന് നിറവ്, നിറയ്ക്കുക എന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഓർക്കുക, ആ ഉദാഹരണങ്ങളൊക്കെ ഭൗമികമായ വസ്തുക്കളോടുള്ള ബന്ധത്തിൽ ശരിയാണ്, മാറ്റർ. എന്നാൽ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ഒരു വസ്തുവല്ല, പിന്നെയോ ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. അത് നാം മറന്നു പോകരുത്. അപ്പോൾ ഈ നിറയ്ക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് 5:18 എങ്ങനെയാണ് നാം വായിക്കുന്നത്? തുടങ്ങുന്നത് എങ്ങനെയാണ്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വാസ്തവത്തിൽ 5:18 ആരംഭ ഭാഗം വായിക്കുമ്പോൾ അതും 2ാമത്തെ ഭാഗം കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പൊരുത്തക്കേട്, അല്ലേ, ഒരു ചേർച്ചയില്ലായ്മ നമുക്ക് തോന്നും. 2ാം ഭാഗത്ത് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്ന വളരെ ഉന്നതമായ വിശുദ്ധമായ വിഷയം കൈകാര്യം ചെയ്യുന്ന പൗലോസ് എന്തിനാണ് ആ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് വീഞ്ഞു കുടിക്കുന്ന കാര്യവും മത്തരാകുന്ന കാര്യമൊക്കെ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ നാം മനസ്സിലാക്കണം, പൗലോസ് ഈ ലേഖനം എഴുതുന്ന ആർക്കാണ്? 21-ാം നൂറ്റാണ്ടിലെ ജീവിച്ചിരിക്കുന്ന ബ്രദറുകാർക്കല്ല, 1-ാം നൂറ്റാണ്ടിലെ പുറജാതി പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആ ആദ്യകാല വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമാണ്. എഫേസ്യർ 2:11 നാം വായിക്കുന്നുണ്ട്, മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികൾ ആയിരുന്നു. എഫേസോ സഭയിലെ ഭൂരിപക്ഷം ആളുകളും പുറജാതി പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. അവരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു സാദൃശ്യമാണ് ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്നത്. എന്താണ് ആ സാദൃശ്യം? അല്പം കൂടെ ചരിത്രം ഞാൻ പറയാം. റോമ ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്താണല്ലോ പൗലോസ് ജീവിച്ചിരുന്നത്. അക്കാലത്താണ് ഈ ലേഖനം എഴുതുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ റോമാക്കാരും യവനന്മാരും ഒക്കെ ബഹുദൈവ വിശ്വാസികൾ ആയിരുന്നു. അവർക്ക് അനേകം ദേവീദേവന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ദേവനാണ് ബാക്കസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വീഞ്ഞിൻ്റെയും അതുപോലെ കൃഷിയുടെയും ഒക്കെ ഒരു ദേവൻ, ബാക്കസ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ BACCHUS, ബാക്കസ് ദേവൻ. അപ്പോൾ ഇങ്ങനൊരു ദേവനുണ്ടായിരുന്നു. ഈ ദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചില ഉത്സവങ്ങളും ഉണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ ആളുകളെല്ലാവരും കൂടെ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളെല്ലാം കൂടെ ഈ ബാക്കസ് ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെല്ലും. ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഈ വീഞ്ഞിൻ്റെ ദേവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീഞ്ഞ് കുടിക്കണം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ വീഞ്ഞ് കുടിക്കും. ഇങ്ങനെ വീഞ്ഞ് കുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? മത്തരായിത്തീരും. പിന്നെന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ മത്ത് പിടിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ മലയാളം തർജ്ജമയിൽ ദുർനടപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, അങ്ങനെ മത്ത് പിടിച്ച് അവരുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് അവർ കാട്ടിക്കൂട്ടുന്ന പെരുമാറ്റ വൈകൃതങ്ങളെയാണ് പൗലോസ് ഇവിടെ
ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാര്യം മനസ്സിലായി, ഇതാണ് എൻ്റെ പശ്ചാത്തലം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നവരെ വീഞ്ഞ് കുടിക്കുന്ന ഒരാൾ മത്തനായിത്തീരും. അപ്പോൾ എന്താണ്? തൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് വീഞ്ഞിനാൽ അവൻ നിയന്ത്രിക്കപ്പെടും. വാസ്തവത്തിൽ ഈ സാദൃശ്യത്തിൽ ഒരൊറ്റ താരതമ്യം മാത്രമേ ഉള്ളൂ, അത് കൂടുതലില്ല. വീഞ്ഞ് കുടിച്ച് മത്തരായവരെയും ആത്മാവിനാൽ നിറയപ്പെട്ടവരെയും തമ്മിൽ താരതമ്യം ചെയ്തൊക്കെ പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിലല്ല, അല്ലാതുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, എന്നാൽ അങ്ങനെ അനേകം കാര്യങ്ങളിൽ താരതമ്യം ഇല്ല. ഒറ്റ താരതമ്യം. എന്താണ് ആ താരതമ്യം? വീഞ്ഞ് കുടിച്ച് മത്തനാകുന്ന ഒരാളിനെ വീഞ്ഞാണ് നിയന്ത്രിക്കുന്നത്. അവൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു. അത്രയുമേ ഉള്ളൂ താരതമ്യം. അവിടെ ഫുൾ സ്റ്റോപ്പ്. ആ ഒരൊറ്റ താരതമ്യം പറയാൻ വേണ്ടിയാണ് വീഞ്ഞ് കുടിച്ച് മത്തരാകുന്ന കാര്യം പൗലോസ് പറയുന്നത്. കാരണം അവർക്ക് പരിചയമുള്ള, അവരുടെ പഴയകാല ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇവിടെ വീഞ്ഞ് കുടിച്ച് മത്തരാകുന്നതും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. അതും നാം മനസ്സിലാക്കണം. ഇതൊരു ആക്ച്വലി കോൺട്രാസ്റ്റാണ്. താരതമ്യത്തെക്കാൾ കൂടുതൽ വ്യത്യാസമുണ്ട്. വിപരീത താരതമ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് വ്യത്യാസം? വീഞ്ഞ് കുടിച്ച് മത്തനാകുന്ന ഒരാളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ്, സെൽഫ് കൺട്രോൾ ഇല്ലാതെയാകുകയാണ്. നേരെ മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ ആത്മനിയന്ത്രണം കിട്ടുകയാണ്. എങ്ങനെ അറിയാം? ഗലാത്യർ 5:22-21 അറിയാമല്ലോ. ആത്മാവിൻ്റെ ഫലം എന്ന പേരിൽ 9 കൂട്ടം കാര്യങ്ങൾ പറയുമ്പോൾ ഒടുവിൽ എന്താണ് പറയുന്നത്? എന്താണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്? ഇന്ദ്രിയ ജയം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ദ്രിയ ജയം. പലപ്പോഴും മലയാളത്തിലെ വാക്കുകളാണ് കേട്ടാൽ മനസ്സിലാക്കാൻ പ്രയാസം. എന്താണ് അതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ വ്യക്തമാണ്. സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം, പഞ്ചേന്ദ്രിയങ്ങളിൽ മേലുള്ള നിയന്ത്രണം. ഇതാണ് ആത്മാവിൻ്റെ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ വ്യത്യാസം നാം മനസ്സിലാക്കണം. ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരാർത്ഥം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, സ്വാധീനിക്കപ്പെടുക. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതങ്ങനെ തന്നെയാണെന്നുള്ളതിനും മറ്റു പല തെളിവുകൾ സുവിശേഷങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ ചിലതൊന്ന് ഉദ്ധരിച്ചങ്ങ് പോകാം. ലൂക്കോസ് 4:28 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നസ്രയത്തിലെ പള്ളിയിലെ പ്രസംഗം കേട്ട് ചില ആളുകളെ കുറിച്ച് നാം വായിക്കുന്നു. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. They were filled with anger. അവർ കോപത്താൽ നിറയപ്പെട്ടു. എന്താണ് എൻ്റെ അർത്ഥം? കോപം എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. ആ കോപം അവരെ പൂർണ്ണമായി നിയന്ത്രിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ലൂക്കോസ് 5:26 അവർ ഭയം നിറഞ്ഞവരായി. They were filled with fear. ഭയം എന്ന വികാരത്താൽ അവർ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട അവസ്ഥ. ലൂക്കോസ് 6:11 അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി. അങ്ങനെയാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ അർത്ഥം റേജ് എന്ന വാക്കാണ്. കോപഭ്രാന്ത് നിറഞ്ഞവരായി. അപ്പോൾ നിറയുക എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഏതോ ഒന്നിനാൽ മറ്റൊന്നിനാൽ നിയന്ത്രിക്കപ്പെടുക, സ്വാധീനിക്കപ്പെടുക. ഇനി എന്താണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ മീനിങ് എന്ന് പറയുന്നത്? പ്രായോഗിക അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നാം ഓരോരുത്തരും വ്യക്തികളാണ്. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക അർത്ഥം എന്താണ്? അതും ചെറിയൊരു ദൃഷ്ടാന്തം പറഞ്ഞ് ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കും. നമ്മൾ കേട്ടിട്ടുള്ള ഉദാഹരണമാണ്. നമുക്കറിയാം, നമുക്ക് പൊതുവേ ഇന്ത്യക്കാരെക്കുറിച്ച് പറയാറുണ്ട്, നാം പൊതുവേ അതിഥി സൽക്കാര പ്രിയരാണ്. അതിഥി ദേവോ ഭവോ എന്നൊക്കെ സംസ്കൃതത്തിൽ ചൊല്ലുണ്ടല്ലോ. അതിഥിയെ ദേവനായി കണക്കാക്കണം. ഓക്കെ, ഇങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലൊരു അതിഥി വന്ന് ചില ദിവസങ്ങൾ താമസിക്കാൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെയൊക്കെ വീടുകളൊക്കെ ഒരു ഗസ്റ്റ് റൂമുണ്ട് അല്ലേ? ഗസ്റ്റ് റൂം. അതിഥിയെ നമ്മൾ സ്വീകരിച്ച് ബഹുമാനിച്ച് ആ ഗസ്റ്റ് റൂമിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അതിഥിയുടെ മുറിയിൽ താമസിപ്പിക്കും. അങ്ങനെ താമസിക്കുന്ന ഒരു അതിഥിയെക്കുറിച്ച് എന്താണ് വീട്ടുകാർ പ്രതീക്ഷിക്കുന്നത്? ആ അതിഥി മിക്കവാറും സമയം ആ റൂമിൽ തന്നെ ആയിരിക്കും. ഞങ്ങളൊക്കെ സഞ്ചാര പ്രസംഗകരാണ്, അതുകൊണ്ടത് നിത്യമുള്ള അനുഭവം കൂടെയാണ്. ആ റൂമിൽ തന്നെ കഴിയണം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമാകുമ്പോൾ വീട്ടുകാരൻ വന്ന് വിളിക്കും. അപ്പോൾ ചെന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കും, കഴിക്കും. ചിലപ്പോൾ അല്പസമയം പത്രം വായിച്ചോ TV കണ്ടോ ഒക്കെ ഇരിക്കും. പിന്നെയും ഗസ്റ്റ് റൂമിലോട്ട് പോകും. ഉച്ചയ്ക്കും ആഹാര സമയത്ത് വിളിക്കും. അപ്പോൾ മിക്കവാറും സമയം അതിഥി എവിടെയാണ്? ആ അതിഥിയുടെ മുറിയിലാണ്.
അല്ലാത്ത സമയങ്ങളിൽ ഏറ്റവും കൂടിയാൽ ഡ്രോയിങ് റൂമിലോ ഡൈനിങ് റൂമിലോ വരും. അത്രയുമേ ഉള്ളൂ, അത്രയുമേ പ്രതീക്ഷിക്കുന്നുള്ളൂ മാന്യനായ ഒരു അതിഥിയെക്കുറിച്ച് വീട്ടുകാർ. അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ആ വീട്ടുകാരുടെ കാര്യം ഒന്ന് ചിന്തിക്കുക. വീട്ടുകാരനായതുകൊണ്ടും ആ വീടിൻ്റെ ഉടമസ്ഥനായതുകൊണ്ടും ആ വീട്ടിൻ്റെ എല്ലാ മുറിയിലും കയറാനും ഇറങ്ങാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ഗസ്റ്റും ഹോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അതിഥിയും ആതിഥേയനും തമ്മിലുള്ള വ്യത്യാസം. ഇനി ചോദ്യം, അതിഥി ആ വീട്ടിലുണ്ടോ? ഉണ്ട്. അതിഥി ആ വീട് നിറയ്ക്കുന്നുണ്ടോ? ഇല്ല. അർത്ഥവ്യത്യാസം മനസ്സിലായല്ലോ. അതിഥി വീട്ടിലുണ്ട്, ബട്ട് ഹീ ഈസ് നോട്ട് ഫില്ലിംഗ് ദ ഹൗസ്. അവൻ ആ വീട് നിറയ്ക്കുന്നില്ല. വീട്ടിൽ പരിമിതമായ സ്വാതന്ത്ര്യവും സ്വാധീനവും മാത്രമേ അതിഥിക്കുള്ളൂ. എന്നാൽ ആതിഥേയൻ ആ വീട്ടിലുള്ളപ്പോൾ തന്നെ ആ വീട് മുഴുവൻ നിറയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ എല്ലായിടത്തും ആതിഥേയന്, ഉടമസ്ഥന് സ്വാതന്ത്ര്യമുണ്ട്, സ്വാധീനമുണ്ട്, നിയന്ത്രണമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നാം രക്ഷിക്കപ്പെട്ട സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു അതിഥിയെപ്പോലെ നമ്മുടെ ജീവിതമാകുന്ന കെട്ടിടത്തിലേക്ക് കടന്നു വന്നു. നാം കർത്താവിനെ സ്വീകരിച്ച് ഹൃദയസിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുകയാണ്, നല്ല കാര്യം. എന്നാൽ ആ കർത്താവ് അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഇപ്പോഴും ഒരു അതിഥിയാണോ അതോ ആതിഥേയനായി തീർന്നിട്ടുണ്ടോ? അപ്പോൾ ആത്മനിറവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ പരിശുദ്ധാത്മാവിന് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യവും സ്വാധീനവും നമ്മുടെ ജീവിതമാകുന്ന കെട്ടിടത്തിൽ നാം കൊടുക്കുന്നതാണ്. അതിന് പല ഡിഗ്രികളുണ്ട്. നാം എത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ എത്ര മുറികൾ പരിശുദ്ധാത്മാവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്, തുറന്നു കൊടുത്തിട്ടുണ്ട്. നാം എത്രമാത്രം നമ്മെ തന്നെ ഒഴിക്കുമോ അതിനാനുപാതികമായി മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മെ നിറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. നാം എത്രമാത്രം നമ്മെ തന്നെ വിധേയപ്പെടുത്തുമോ അതിനാനുപാതികമായി മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മെ നിയന്ത്രിക്കുവാനോ ഭരിക്കുവാനോ കഴിയുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ നിയന്ത്രിക്കുന്നതാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കർത്തൃത്വത്തിന് നാം നമ്മെ തന്നെ കൂടുതൽ കൂടുതൽ വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കണം. ആ വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് ഒരു സംക്ഷേപിച്ചിങ്ങനെ പറയട്ടെ. പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതല്ല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതല്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് കൂടുതൽ ലഭിക്കാൻ കഴിയുകയില്ല. പിന്നെന്താണ്? പരിശുദ്ധാത്മാവിന് നമ്മെ കൂടുതൽ ലഭിക്കുന്നതാണ്. ഇതാണ് അർത്ഥവ്യത്യാസം. നമുക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല, ഒരിക്കലായി പ്രാപിച്ചവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മെ കൂടുതൽ ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യവും സ്വാധീനവും ലഭിക്കുന്നതാണ് ആത്മനിറവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും പ്രവൃത്തികളിലും കൂടുതൽ സ്വാധീനം പരിശുദ്ധാത്മാവിന് ലഭിക്കുമ്പോൾ നമുക്ക് പറയാം നാം ആത്മനിറവിൻ്റെ ജീവിതം നയിക്കുന്നു എന്ന്. ആ വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ ഉദാഹരണ സഹിതം ഇപ്പോൾ വിശദീകരിച്ചത്. ആ വാക്കിനെ കുറിച്ച് 4 സത്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ പഠനം പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിറഞ്ഞവരാകുവീൻ. ഒരുപക്ഷെ മലയാളത്തിൽ ആ വാക്ക് അത്രയും വായിച്ചാൽ നമുക്കതിൻ്റെ ആശയ സമ്പുഷ്ടിയോ അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഗാംഭീര്യമോ ആഴമോ ഒന്നും മനസ്സിലാകില്ല. മൂലഭാഷയിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സിമ്പിളാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പ്ലീറു എന്നൊരു വാക്കാണ്. ഞാൻ അധികം ഈ ഗ്രീക്ക് പദങ്ങൾ പ്രസംഗത്തിൽ പറയാറില്ല, അതിന് വലിയ പ്രസക്തിയില്ല. എൻ്റെ ആശയം മനസ്സിലാക്കിയാൽ മതി. ആ വാക്കിൻ്റെ വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് ഈ ആത്മനിറവെന്ന വിഷയത്തെക്കുറിച്ചുള്ള 4 സത്യങ്ങൾ ആ ഒറ്റ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഒന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്ക് ഈ മലയാളം ബൈബിളിലോ ഇംഗ്ലീഷ് ബൈബിളിലോ വായിച്ചാൽ ഒരു പക്ഷേ ഇത് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന ഒരു നല്ല നിർദ്ദേശം പോലെ നമുക്ക് തോന്നുകയുള്ളൂ. മലയാളത്തിൽ വളരെ ഒഴുക്കൻ മട്ടിൽ എഴുതിയിരിക്കുകയാണ്, ആത്മാവിനാൽ നിറഞ്ഞവരായി എന്ന് പറഞ്ഞ പോകുകയാണ്. എന്നാൽ മൂലഭാഷയായ ഗ്രീക്കിൽ അപ്പോസ്തലൻ എഴുതിയപ്പോൾ ഇത് ശക്തമായ ഒരു കൽപ്പനാ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ നിരീക്ഷണം. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. ഇതൊരു കൽപ്പനയാണ്.
പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ മോശയിൽ കൂടെ ദൈവം അനേക കാര്യങ്ങൾ അരുത് അരുത് എന്ന് പറഞ്ഞു, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെയുള്ളൊരു കൽപ്പനാരൂപത്തിലാണ് ഈ വാക്ക് മൂലഭാഷയായ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ സത്യം, ആത്മാവിനാൽ നിറയപ്പെട്ടവരാകുവിൻ എന്നുള്ളതൊരു കൽപ്പനയാണ്. കൽപ്പനയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൽപ്പനയാണെങ്കിൽ എല്ലാവരും കമ്പൽസറിയായി, നിർബന്ധമായി അതനുസരിക്കണം. അതാണ് കൽപ്പനയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, എല്ലാവർക്കും ബാധകമായ കൽപ്പന. ഒരു പക്ഷേ നമ്മുടെ മലയാളത്തിലും അല്പം ശ്രദ്ധിച്ചു വായിച്ചാൽ ഇത് കൽപ്പനയാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയുണ്ട്. എന്താണ് ആദ്യ ഭാഗത്ത് പറയുന്നത്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എൻ്റെ ചോദ്യം, അത് കൽപ്പനയാണ് ആണോ? ഉത്തരം പറഞ്ഞ കുഴപ്പമില്ല, ആണ്, ഒരു സംശയം ആർക്കുമില്ല. അരുത് എന്ന വാക്ക് എവിടെ വന്നാലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകും? അതൊരു കൽപ്പനയാണ്, ഒരു നിരോധനാജ്ഞയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ഭാഗവും കൽപ്പനയാണ്. ആദ്യത്തെ നെഗറ്റീവ് കമാൻഡ്മെൻറ്റ്, രണ്ടാമത്തെ പോസിറ്റീവ് കമാൻഡ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. അരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൽപ്പനയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ഈ നെഗറ്റീവ് കമാൻഡ്മെൻറ്റ്സിന് മാത്രമേ പ്രാധാന്യം കൽപ്പിക്കാറുള്ളൂ, പോസിറ്റീവ് കമാൻഡ്മെൻറ്റ്സ് അവഗണിക്കുന്നവരാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നടന്ന ഒരു സംഭവം ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അവിടെ ഏതോ ഒരു ബാപ്റ്റിസ്റ്റ് സഭയിൽ നടന്ന സംഭവമാണ്. ബ്രദറൻ സഭയിലല്ല, ആരും വിഷമിക്കണ്ട, ഒരു ബാപ്റ്റിസ്റ്റ് സഭയിൽ നടന്ന സംഭവമാണ്. അവർക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ സഭകളുള്ള പോലെ അവർക്ക് മൂപ്പന്മാരുണ്ട്. മൂപ്പന്മാരാണ് സഭയെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും. ഏതോ ഒരു സഭയിൽ അവിടെ 4 മൂപ്പന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം ഈ മൂപ്പന്മാരിൽ ഒരാൾ അല്പം ദൂരെ ഒരു സ്ഥലത്ത് ഒരു വെഡ്ഡിംഗ് ബാങ്ക്വറ്റ്, ഒരു വിവാഹ സദ്യ, അതിൽ സംബന്ധിക്കാൻ വേണ്ടി പോയി. അറിയാവുന്നതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ സാധാരണ ഇങ്ങനെയുള്ള സദ്യകളിലൊക്കെ അല്ലെങ്കിൽ വിവാഹ ഭക്ഷണത്തിനൊക്കെ അത് ഭക്ഷണം സെർവ് ചെയ്യുന്നതിന് മുമ്പ് അല്പം വീഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു ചെറിയ പാത്രത്തിൽ, നമ്മളൊക്കെ ഇന്ന് പല സഭകളിലും തിരുവത്താഴത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ കപ്പ് പോലെ ഒരു ചെറിയ പാത്രത്തിൽ വീഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാവർക്കും വീഞ്ഞ് സെർവ് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ ഈ മൂപ്പനും അവിടെ ചെന്നു. അദ്ദേഹം ആ കൊടുത്ത വീഞ്ഞ് കുടിച്ചു. അന്ന് ആ വിവാഹ വിരുന്നിൽ ഈ സ്ഥലം സഭയിലെ തന്നെ, ഈ സഭയിലെ തന്നെ മറ്റൊരു വിശ്വാസിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹവും വീഞ്ഞ് കുടിച്ചു. പക്ഷേ മൂപ്പൻ വീഞ്ഞ് കുടിച്ച കാര്യം ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതിൽ അക്കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ അപ്പോൾ തന്നെ താൻ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലിടുമായിരുന്നു. അങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ലാത്ത കാലത്ത് 10-35 വർഷം നടന്ന സംഭവമാണ്. താനത് പ്രത്യേകം ശ്രദ്ധിച്ചു. എന്ത്? മൂപ്പൻ വീഞ്ഞ് കുടിച്ച കാര്യം. വിരുന്നൊക്കെ കഴിഞ്ഞു താൻ മടങ്ങി വന്നു. താൻ ആദ്യം ചെയ്തത് മറ്റ് മൂപ്പന്മാരുടെ അടുത്ത് എന്നത് റിപ്പോർട്ട് ചെയ്തു. ഞാനത് വായിച്ചപ്പോൾ ഓർത്തു, അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മനുഷ്യൻ്റെ സ്വഭാവത്തിനൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലായിടത്തും ആളുകൾ കണക്കാണല്ലേ. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ നമ്മുടെ മൂപ്പൻ ഇന്ന സ്ഥലത്ത് ചെന്നു, അവിടെ വിരുന്നിൽ സംബന്ധിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? താൻ വീഞ്ഞു കുടിച്ചു. ഇതാണ് കംപ്ലൈൻറ്റ്. മറ്റ് മൂപ്പന്മാർ അല്ലെങ്കിലും ഇദ്ദേഹത്തോട് അല്പം ഒരു സ്വരച്ചേർച്ച ഇല്ലായിരുന്നു, ഒരു സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് വിളിക്കാനും ചോദ്യം ചെയ്യാനും ഇങ്ങനെ അവസരം കാത്തിരിക്കുകയായിരുന്നു. ഇത് നല്ലൊരു അവസരമായിട്ട് അവർക്ക് തോന്നി. അവർ ഇദ്ദേഹത്തെ വിളിച്ചു. സഹോദര, ഇങ്ങനെ പല കുശലാന്വേഷണത്തിന് ശേഷം ചോദിച്ചു, ഞങ്ങൾ താങ്കളെക്കുറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് കേട്ടല്ലോ, ശരിയാണ്? അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ അല്പം വീഞ്ഞ് അവിടെ സെർവ് ചെയ്ത് ഞാൻ കുടിച്ചു. ഞാൻ വീഞ്ഞ് കുടിച്ച് മത്തനായൊന്നുമില്ല. അപ്പോൾ മറ്റു മൂപ്പന്മാർ പറഞ്ഞു, നിങ്ങൾ എഫേസർ 5:18 കൽപ്പന ലംഘിച്ചിരിക്കുകയാണ്. എഫേസർ 5:18 കൽപ്പന ലംഘിച്ചിരിക്കുകയാണ്. അവിടെ എത്രയും പെട്ടെന്ന് മൂപ്പൻ സ്ഥാനം ഒഴിയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒഴിയാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആ മൂപ്പൻ സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത്, എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ പോയി വീഞ്ഞു കുടിച്ചാലും ഞങ്ങളെന്തിനാണ് രാജിവെക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ഇപ്പോൾ കുറ്റം വിധിക്കുന്നത് എഫേസർ 5:18 ആരംഭ ഭാഗം മാത്രം വായിച്ചുകൊണ്ടാണ്. ആരംഭ ഭാഗത്ത് എന്താണ് പറയുന്നത്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. രണ്ടാം ഭാഗത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്താണ് എഴുതിയിരിക്കുന്നത്? ആത്മാവിനാൽ നിറഞ്ഞവരാകുവേ. ഈ കൽപ്പന നമ്മളാരും അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് രാജിവെക്കുന്നതാണ് നല്ലത്. അവർക്ക് അപകടം മനസ്സിലായി. അവരൊരു കോംപ്രമൈസിലെത്തി, ഒരു ഒത്തുതീർപ്പിലെത്തി. ആരും രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പോഴും 4 പേരും അവിടെ തുടരുകയാണെന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം,
പലപ്പോഴും നാം പ്രാധാന്യം കൽപ്പിക്കുന്നത് ചില നെഗറ്റീവ് കമാൻഡ്മെൻറ്റ്സിന് മാത്രമാണ്. എന്നാൽ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് കൊടുത്തിട്ടുള്ള കൽപ്പനകളൊക്കെ നാം സൗകര്യപൂർവ്വം അവഗണിക്കും. ഇതൊരു കൽപ്പനയാണ് നമ്മൾ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ഒരു കൽപ്പനയാണ്, അത് എല്ലാവർക്കും ബാധകമാണ്. അടുത്തത് ഞാൻ പെട്ടെന്ന് പോകട്ടെ. രണ്ടാമത്, ഈ വാക്ക് ഇത് ബഹുവചന രൂപത്തിലാണ്. അല്പം വ്യാകരണം പറയുകയാണ്. ബൈബിൾ ശരിക്കും പഠിക്കണമെങ്കിൽ അല്പം വ്യാകരണം കൂടെ അറിയണം. ലളിതമായിട്ട്, എത്രയും ലളിതമായിട്ട് പറയാമോ അത്രയും ലളിതമാക്കി ഞാൻ പറയുകയാണ്. ഒരു ബഹുവചന രൂപത്തിലാണ്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വ്യക്തമാണ് അല്ലേ? ആത്മാവ് നിറഞ്ഞവരായി, ബഹുവചനമാണ്. അങ്ങനെയാണ് മൂലഭാഷയിലും കൊടുത്തിരിക്കുന്നത്. അത് ഒന്നാമത്തേത്, ഇത് കൽപ്പനാരൂപത്തിൽ കൊടുത്തിരിക്കുന്നു. രണ്ട്, ബഹുവചന രൂപത്തിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ബഹുവചന രൂപത്തിലായതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും ബാധകമായ കൽപ്പനയാണ്. ആദ്യം ഞാൻ പറഞ്ഞു കൽപ്പനയാണ്. ആർക്കുള്ള കൽപ്പനയാണ്? എല്ലാ വിശ്വാസികൾക്കും. പലപ്പോഴും നാം ധരിച്ചു വച്ചിരിക്കുന്നത് ഈ കൽപ്പന സഭയിലെ മൂപ്പന്മാർക്കും സുവിശേഷകന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കും അതുപോലെ മറ്റ് ചില ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ഇതെല്ലാവർക്കും ബാധകമായ ഒരു കൽപ്പനയാണെന്ന് നാം മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കൽപ്പനയാണ് ആത്മാവിനാൽ നിറഞ്ഞവരാകുവീൻ എന്നുള്ളത്. അതാണ് ഈ ബഹുവചന പ്രയോഗം സൂചിപ്പിക്കുന്നത്. മൂന്നാമത്, ഇത് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പാസീവ് വോയിസിലാണ്. അത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. എന്താണ് പാസീവ് വോയിസിൻ്റെ മലയാളം? ആർക്കറിയാമല്ലേ? സ്കൂളിലൊക്കെ ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച, അതുകൊണ്ട് എനിക്കറിയാം. മലയാളത്തിൽ രണ്ട് പ്രയോഗങ്ങൾ. ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്നതാണ്. കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും. പലരും അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതോർത്ത് ഭാരപ്പെടേണ്ട. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമാകുന്നുള്ളൂ. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ആ പ്രധാനപ്പെട്ട ആ സബ്ജക്റ്റ് അല്ലെ കർത്താവ് ആണ് ക്രിയ ചെയ്യുന്നത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മേൽ വേറൊരാൾ ക്രിയ ചെയ്യുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ കയ്യീൻ ഹാബേലിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രയോഗമാണ്? ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? ആക്റ്റീവ് ആണല്ലേ. കയ്യീൻ ഹാബേലിനെ കൊന്നു. ഇനി എങ്ങനെ അത് പാസീവ് ആകും? ഹാബേൽ കയ്യിനാൽ കൊല്ലപ്പെട്ടു. മനസ്സിലായല്ലോ? ഹാബേൽ കയ്യിനാൽ കൊല്ലപ്പെട്ടു. ആ വാചകത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹാബേലാണ്. പക്ഷേ ഹാബേൽ പ്രവർത്തിക്കുന്നില്ല. ഹാബേലിൻ്റെ മേൽ വേറൊരാൾ പ്രവർത്തിക്കുക. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇത് പാസീവ് വോയിസ് എന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം സ്വയം നമ്മെ നിറയ്ക്കുകയില്ല, അങ്ങനെ ആർക്കും നിറയ്ക്കാൻ പറ്റുകയില്ല. പിന്നെയോ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ നാം അനുവദിക്കുകയാണ്. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെടാൻ കഴിയുകയുള്ളൂ. വി ഹാവ് ടു പെർമിറ്റ് ദ സ്പിരിറ്റ് ടു ഫിൽ us. അതിന് നമ്മെ തന്നെ നാം അനുവദിക്കുകയാണ്, നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഈ പാസീവ് വോയിസിൻ്റെ പ്രസക്തി. അപ്പോൾ നാം ഒരു ദിവസം നമ്മളെ കാറിൻ്റെയൊക്കെ എയർ ഫില്ല് ചെയ്യുന്ന പോലെ നമ്മുടെ ഇഷ്ടം പോലെ നിറയ്ക്കുകയല്ല. നാം പരിശുദ്ധാത്മാവിനെ നമ്മെ കൂടുതൽ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. അതൊക്കെ മറ്റൊരു ദിവസം ഞാൻ എടുക്കാം. അതാണ് എൻ്റെ ആശയം. അപ്പോൾ അതാണ് പാസീവ് വോയിസ്. ഒടുവിലായിട്ട് ഇറ്റ് ഈസ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് തുടർമാന വർത്തമാനകാല ക്രിയയാണ്. തുടർമാന വർത്തമാനകാല ക്രിയയാണ് എന്ന് പറഞ്ഞാൽ ആത്മനിറവെന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം അനുഭവിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. പരിശുദ്ധാത്മ പ്രാപണം ഒരിക്കൽ മാത്രമുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ അനുഭവമാണ്. എന്നാൽ ആത്മനിറവ് അങ്ങനെയല്ല. ഓരോ ദിവസവും നാം തുടർമാനമായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതാണ് തുടർമാന വർത്തമാനകാലക്രിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാ പ്രാപണം അത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുകയില്ല. എന്നാൽ പരിശുദ്ധാത്മ നിറവ് നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുകയില്ല. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ
ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട് 51 സങ്കീർത്തനം 11 വാക്യത്തിൽ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുത്. അത് പഴയ നിയമത്തിലെ പ്രാർത്ഥനയാണ്. ഇന്നങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മുടെ ഉള്ളിൽ നാം പാപം ചെയ്താൽ പോലും പരിശുദ്ധാത്മാവ് ദുഃഖിതനായി വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുകയില്ല, എന്നാൽ പരിശുദ്ധാത്മ നിറവ് നഷ്ടപ്പെടും. അപ്പോസ്തല പ്രവൃത്തികൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:4 നാം വായിക്കുന്നു, അപ്പോസ്തലന്മാർ എല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 2:4. എന്നാൽ 4:8 വരുമ്പോൾ വീണ്ടും നാം പത്രോസിനെ കുറിച്ച് വായിക്കുന്നു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രാപിച്ച നിറവ് കൊണ്ടല്ല, താൻ വീണ്ടും വീണ്ടും ആത്മാവിനാൽ നിറയപ്പെടുകയാണ്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 6:55 സ്തേഫാനോസിനെ കുറിച്ച് നാം വായിക്കുന്നു, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. എന്നാൽ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ്, രക്തസാക്ഷി മരണത്തിന് തൊട്ടു മുമ്പ് 7:55 നാം വായിക്കുന്നു, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പോൾ അത് റിപ്പീറ്റഡ് ആൻഡ് ഓൺ ഗോയിങ് എക്സ്പീരിയൻസ് ആണ്, അതൊരു ആവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തുടർമാനമായ അനുഭവമായിരിക്കണം. ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രധാന പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഇന്നങ്ങനെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, നിയന്ത്രിക്കണമേ. എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും എല്ലാം അങ്ങനെ ആത്മാവിനാൽ നിറയ്ക്കണമേ. അതായിരിക്കട്ടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഓരോ ദിവസവും നാം അനേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും, നല്ല കാര്യം. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനുള്ള പ്രാർത്ഥന. അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം സംസാരിക്കാം. ഇനി 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതൊന്ന് ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആദ്യം പറഞ്ഞത് മറക്കരുത്, നിറവ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണമാണ്, സ്വാധീനമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുക, സ്വാധീനിക്കുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത് നമ്മൾ കണ്ടത് നിറവിനെക്കുറിച്ചുള്ള 4 സത്യങ്ങൾ. ഒന്നാമത്, ഇതൊരു കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അത് നിർബന്ധമായി അനുസരിക്കേണ്ടതാണ്. അതാണ് കൽപ്പന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. 2, ബഹുവചന രൂപത്തിൽ കൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും ബാധകമായ കൽപ്പന. 3, ഞാൻ പറഞ്ഞു, ഇതൊരു പാസീവ് വോയിസ് ആണ്, കർമ്മണി പ്രയോഗമാണ്. നാം സ്വയം നിറയ്ക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ നാം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിലായി നാം കണ്ടത്, ഇത് തുടർമാന വർത്തമാനകാല ക്രിയയിലാണ് കൊടുത്തിരിക്കുന്നത്. തുടർമാനമായ അനുഭവമായിരിക്കണം. നാം മരണം വരെ, ജീവപര്യന്തം, എല്ലാ ദിവസവും, ഓരോ ദിവസവും നാം ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ട് നാം ആത്മാവ് ഇല്ലാത്തവരെ പോലെ അങ്ങ് ജീവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് വലിയൊരു അപകടമാണ്. അതിനെക്കുറിച്ച് ബോധവാന്മാരായി ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. എന്താണ് പ്രാധാന്യം? ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നതിന് ഇത് ആവശ്യമാണ്. അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും ആത്മനിറവ് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ജ്ഞാനത്തോടെ നടക്കാൻ വേണ്ടി പൗലോസ് കൊടുക്കുന്ന കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ആത്മാവിനാൽ നിറഞ്ഞവരായി ജീവിക്കുക. എങ്ങനെ ആത്മാവിനാൽ നിറയാൻ സാധിക്കും? എന്താണ് അതിൻ്റെ അനന്തരഫലം? അതൊക്കെ മറ്റൊരു വിഷയമാണ്. ദൈവം അനുവദിച്ചാൽ മറ്റൊരു സമയത്ത് നമുക്കത് പഠിക്കാം. ഇന്ന് കേട്ട ഈ ആലോചന കേട്ട് മറക്കുന്നവരായിട്ടുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് വീണ്ടും അയവിറക്കി ആവർത്തിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനം സംസാരിച്ച് എന്നെയും കേട്ട നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ മിനിസ്ട്രിയുടെ ചുമതലപ്പെട്ട സഹോദരന്മാരോടുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ദൈവകൃപയോടെ നാം ദൈവസന്നിധിയിലായിരുന്ന ആത്മനിറവോടെ ആ വചനം നാം കേൾക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടെ നാം അത് ശ്രദ്ധിക്കുകയായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഞാൻ അതാണ് ചിന്തിച്ചത്. അപ്പോസ്തലന്മാർ അവിടെ ചെന്നപ്പോൾ മുടന്തനായൊരു വ്യക്തിയെ അവിടെ കാണുന്നു. ഭയപ്പെട്ട് പിന്മാറിപ്പോയ പത്രോസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു സഹായം ചോദിച്ചപ്പോൾ അവർ പറയുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ആത്മനിറവോടെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്.
നാം ഇതുവരെയും ആത്മനിറവിനെ കുറിച്ച് കേട്ടു. നമുക്കൊരു അഭിപ്രായപ്പെടാം, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല വാക്കുകളായിരുന്നു. പക്ഷേ ആരഭിപ്രായമല്ല ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം ആത്മാവിനാൽ നിറയപ്പെടണം. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മ നിറവിലുള്ളത് ആയിരിക്കണം. നമ്മുടെ ശുശ്രൂഷകൾ ആത്മ നിറവിൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവിടെ അനേക ആളുകൾ കർത്താവിലേക്ക് കടന്നു വരുവാനിടയാകും. രാത്രിയിൽ ആ ഒരു പ്രത്യാശയോടും പ്രാർത്ഥനയോടും ഒരു തീരുമാനത്തോടും കൂടെ നമുക്ക് പിരിഞ്ഞു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹീതമായി ദൈവകൃപയോടെ ക്ലാസ്സിലെടുത്ത കർത്താവിൻ്റെ ദാസന് TBFന്റെ പേരിലുള്ള എല്ലാ നന്ദിയും ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. കൂടുതലായി കേൾക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ഇടയാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ഷിജിബർ ഓർപ്പിച്ചതുപോലെ അടുത്ത ശനിയാഴ്ച ഇവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് പങ്കെടുത്താൽ അത് അനുഗ്രഹമായിരിക്കും. അടുത്ത ശനിയാഴ്ചയും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ, അടുത്ത ഞായറാഴ്ചയും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമുക്ക് വീണ്ടും കണ്ണുപൊട്ടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. TBFന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക ആളുകളുടെ ഇടയിലേക്ക് സുവിശേഷമായിട്ട് ഇറങ്ങി ചെല്ലുവാൻ തുടർന്നും ദൈവദാസന്മാരെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ പ്രദേശത്ത് ഇനിയും അനേകർ കർത്താവിനെ അറിയുവാനുണ്ട്. അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഇതെല്ലാം നമ്മുടെ കർത്തവ്യമാണ്. നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതുവരെയും ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരുന്നുവല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് പിരിഞ്ഞു പോകാം. പേരൂർക്കടയിലുള്ള ജേക്കബ് ഷാൻ മുമ്പോട്ട് കടന്നു വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമേ, ഈ സന്ധ്യാസമയത്ത് കർത്താവ് ഇത്ര നല്ലൊരു ഞങ്ങൾക്ക് തന്ന ഈ സമയത്തിനായി സ്തോത്രം. കർത്താവെ, അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തുതിക്കുന്നു, നന്ദി കരേറ്റുന്ന കർത്താവെ. വന്ദനായ ദാസനെയും കർത്താവെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യമായിട്ട് കർത്താവെ ആത്മാവിൽ നിറവുള്ളവനായിട്ട് കർത്താവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇപ്പോഴും കർത്താവെ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ശുശ്രൂഷ, ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം ആത്മാവിൻ്റെ നിറവോടുകൂടി ആയിരിക്കണമെന്നുള്ള ആ വലിയ കാര്യം കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് കാട്ടിത്തന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവുമായി പറ്റിച്ചേർന്ന് ഒരാത്മാവായി തീർന്ന് ഞങ്ങൾ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ എപ്പോഴും സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന താളപ്പിഴകൾ കർത്താവെ ആത്മാവിനെ മരിപ്പിക്കാൻ ഇടവരാതെ കർത്താവിൽ എപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നവരായിട്ട്, ആ ഉത്സാഹമുള്ളവരായിട്ട് കർത്താവെ നിൻ്റെ മുമ്പിൽ നിൽപ്പാൻ കർത്താവെ ഞങ്ങളെ എപ്പോഴും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഈ സന്ധ്യാസമയം കർത്താവെ കൂടി വന്ന് കർത്താവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് കർത്താവെ ഞങ്ങൾക്ക് വചനം കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വന്ന് സന്നിധരായിരിക്കുന്ന എല്ലാവരെയും കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ്. എല്ലാവരുടെയും ആവശ്യഭാരങ്ങൾ കർത്താവ് അറിയുന്നു. കർത്താവ് സന്തോഷവും സമാധാനവും കർത്താവ് വിടുതലും എല്ലാം കർത്താവെ നിൻ്റെ കരങ്ങളിലായിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ TBFന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. എൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് ദേശത്ത് കർത്താവെ അനേക ആൾക്കാർ കർത്താവെ കടന്നു വരുന്ന ഒരു സ്ഥലമാണല്ലോ കർത്താവ് ഈ ഭാഗങ്ങൾ. കർത്താവയോട് അനേകർ കർത്താവിൻ്റെ സുവിശേഷം അറിയുവാനും കർത്താവിൻ്റെ ആ നന്മകൾ അനുഭവിപ്പാനും തക്കവണ്ണം കർത്താവ് കൃപയുമാറാകണമേ. അനേക രോഗികൾ വന്നു കയറുന്ന ഈ ദേശത്ത് കർത്താവെ സൗഖ്യം പ്രദാനം ചെയ്ത് കർത്താവ് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കണമേ. കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് അനേകരെ കൊണ്ടുവരണമേ. കർത്താവെ ഈ പ്രവർത്തനത്തെ കർത്താവ് അധികമായിട്ട് ശക്തീകരിക്കണമേ. കർത്താവെ വരുന്ന ശനിയാഴ്ച നടക്കുന്ന യൗവനക്കാർക്കുള്ള മീറ്റിങ്ങിനായിട്ടും സ്തോത്രം. കർത്താവെ സഭയുള്ള വരും തലമുറ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവെ അവരെ അധികമായിട്ട് കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. എല്ലാ യൗവനക്കാരും കടന്നു വരുവാനും കർത്താവെ അവരതിന് പങ്കുചേരുവാനും കർത്താവെ അവർ കർത്താവിൽ തൃപ്തിപ്പെട്ട് കർത്താവിനെ അധികമായിട്ട് കർത്താവെ അവർ ലഭിച്ച് കർത്താവിനെ നിറയപ്പെട്ടവരായി തീർന്ന് കർത്താവ് തിരിച്ചു പോകുവാനും കർത്താവ് സഭയ്ക്ക് ഒരു പ്രയോജനമുള്ളവരായി തീരുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഈ രാത്രി സമയത്തിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്തവനായിട്ട് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി കർത്താവ്. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എല്ലാ കേട്ട വചനത്തിന്മേലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.